അതായത് ഈ പത്മജ വേണുഗോപാൽ എന്നെ ടി വിയിൽ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരിയാ, ഞാൻ ടി വിയിൽ കാണാറുണ്ട്. ഞാൻ ഇന്നലെയും പറഞ്ഞു, ടി വിയിൽ എൻ്റെ പാർട്ടിയുടെ നിലപാട് പറയാൻ എനിക്ക് അഭിമാനമേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, എൻ്റെ ജീവിതത്തിൽ എപ്പോഴൊക്കെ ഞാൻ അഭിപ്രായം പറയുമോ മരണം വരെ ആ അഭിപ്രായത്തോടൊപ്പം കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ തന്നെ എനിക്ക് എഴുതുക. അല്ലാതെ രാജ്യസഭാ സീറ്റിന് വേണ്ടിയിട്ടോ എൻ്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും ED കേസ് വരുമ്പോഴോ ഞാൻ പാർട്ടി മാറാൻ പോകുന്നില്ല. അതൊന്ന്. രണ്ട്, പത്മജ വേണുഗോപാൽ എന്നെ ടി വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ പറയുന്ന സമയത്ത് അതിന് കാരണമായ എൻ്റെ പത്രസമ്മേളനം നടക്കുന്നത് ഞാനൊരു നിരാഹാര ബന്ധലിരിക്കുമ്പോഴാണ്. ഞാനും ജബി മേത്തറും അലോഷ്യസും അടക്കമുള്ള ആളുകൾ നിരാഹാരത്തിലാണ്. പത്മജ വേണുഗോപാൽ എപ്പോഴെങ്കിലും ആഹാരം വേണ്ടെന്ന് വെച്ചത് ബോഡി ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും. മറ്റൊരാൾക്ക് വേണ്ടിയിട്ടും നിരാഹാരം ഇരുന്നതായിട്ടോ ഭക്ഷണം ഒഴിവാക്കിയതായിട്ടോ ഞാൻ കേട്ടിട്ടില്ല. ഇനി ഞാനും അബിനും അലോഷിയും ജബി മേത്തറും സിദ്ദിഖ് അടക്കമുള്ള ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും എത്രയോ തവണ പോലീസ് ലാത്തി ചാർജ് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ലീഡർ വാത്സല്യത്തോടെ വളർത്തിയതുകൊണ്ട് ലീഡർ പോലും ഒരു ചെറിയ ഈർക്കിൽ കമ്പ് കൊണ്ടുപോലും പത്മജ അടിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഇനി എൻ്റെ പേരിൽ ഇവിടെ വന്നതിന് ശേഷം 8-9 കേസായി. എൻ്റെ പേരിൽ 100-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് സമരം നടത്തിയതിൻ്റെ പേരിൽ. പത്മജ വേണുഗോപാലിൻ്റെ പേരിൽ ഇനിയും ഓവർ സ്പീഡിൻ്റെ പേരിൽ വല്ലതും, എന്തായാലും ബൈക്കിലൊന്നും യാത്ര ചെയ്യത്തില്ല വെയിൽ കൊള്ളാമെന്ന പ്രശ്നമുള്ളതുകൊണ്ട്, ഓവർ സ്പീഡിൻ്റെ പേരിൽ വല്ലതും പെറ്റിയടിച്ച കേസല്ലാതെ ഈ നാട്ടിൽ സമരം ചെയ്ത ഏതെങ്കിലും കേസുള്ളതായിട്ട് എനിക്കറിയില്ല. ഇതിപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ ഏറ്റവും ക്ലേശം അനുഭവിച്ച ആൾ ഞാനൊന്നുമല്ല. ഈ പന്തലിലിരിക്കുന്ന ആളുകളുടെ അത്ര പോലും ക്ലേശം എടുത്തിട്ടുള്ള ഒരാളല്ല ഞാൻ.